യാക്കോബ് ദൈവാശ്രയമുള്ള നല്ലൊരു വ്യക്തിത്വമായിരുന്നു. ആ മനുഷ്യൻ ലാബാന്റെ മുഖത്തേക്ക് ഒരിക്കൽ നോക്കിയപ്പോൾ ആ ലാബാന്റെ മുഖം ഇരുണ്ടിരിക്കുന്നത്, തനിക്ക് പ്രതികൂലമായ സാഹചര്യത്തിൽ ഇരിക്കുന്നത് താൻ കണ്ടു. അതിനുശേഷം താൻ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ലാബാൻ പിന്തുടർന്നു വരുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പിന്തുടർന്നു വരുന്ന ആ ലാബാന്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി നിന്നിട്ട് പറയുക, നീ അവനോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും ചെയ്യരുത്. മാനുഷികമായ സഹായങ്ങളൊക്കെ വ്യർത്ഥമായി പോകുമ്പോഴും കുഞ്ഞെ, നീ ഒരു ദൈവത്തെ നോക്കുന്നുണ്ടോ എങ്കിൽ ആ ദൈവം നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ലാബാന്റെ മുഖമാണ് കറുത്ത് ഇരുണ്ട് പ്രതികൂലമായി നിന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മുഖത്തിന് ഒരു മാറ്റവും ഒരു ഭംഗവും വന്നിട്ടില്ല. കാരണം എന്താ? യിരെമ്യാ പ്രവാചകൻ 17:7 വ്യക്തമായി വിളിച്ചു പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന പുരുഷൻ അനുഗ്രഹിക്കപ്പെടുമെന്ന്. പ്രിയ ദൈവവേദലെ, മാനുഷികമായ സഹായങ്ങളെ നോക്കി ഇരിക്കാതെ, നമ്മെ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രൻ്റെ കയ്യിലേക്ക് നോക്കാതെ, കർത്താവിൽ തന്നെ അടിയുറച്ച് വിശ്വസിച്ച് ആ കർത്തനിലേക്ക് തന്നെ മുഖമുയർത്തി നീ മുമ്പോട്ട് യാത്ര ചെയ്താൽ ഒരിക്കലും വാടാത്ത നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, ഇസ്രായേലിലെ പരിപാലകൻ ഉറങ്ങുന്നില്ല, മയക്കം തൂങ്ങുന്നതുമില്ല. അങ്ങനെയെങ്കിൽ ആ നല്ല കർത്താവാണ് നമ്മെ നടത്തുന്നത് എന്നുള്ള പൂർണ്ണബോധത്തോടെ മുമ്പോട്ട് ചുവടുവെച്ചാൽ നീ ഒരു പരാജയമായി തീരത്തില്ല, വിജയമായി തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞ വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു, കർത്താവ് നോക്കിക്കൊള്ളും മോനെ, യഹോവ ഈരെ. അങ്ങനെയെങ്കിൽ മുമ്പോട്ട് ചുവടുവെക്ക്, ഉറപ്പോടെ വിളിച്ചു പറ, യഹോവ ഈരെ, കർത്താവ് എന്നെ, എൻ്റെ കുടുംബത്തെ കരുതിക്കൊള്ളും. നിനക്കെതിരായിട്ട് ശത്രു എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും ആ തന്ത്രങ്ങളെ ജയിക്കാൻ കഴിയാത്ത നിലയിൽ നിന്നെ സംരക്ഷിക്കുന്ന ഒരു നല്ല കർത്താവ് ഉണ്ടെന്നുകൂടെ മനസ്സിലാക്കി മുമ്പോട്ട് യാത്ര ചെയ്യുക. പത്രോസിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പിശാച് വന്ന് യേശുവിനോട് ചോദിച്ചു, അവനെ വിട്ടുക. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇല്ല, വിട്ടുതരില്ല. അപ്പോൾ ആ നാഥന്റെ സ്നേഹം കൂടെ നാം ഒന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് യേശുവിൽ ആശ്രയിക്കുന്ന ദൈവവേദനെ നിന്നെ ദുഷ്ടന് വിട്ടുകൊടുക്കാതെ ദൈവിക സംരക്ഷണത്തിന്റെ നിലവിൽ ശ്രേഷ്ഠമായി നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് ഉറപ്പോടെ മുമ്പോട്ട് ചുവടുവെക്ക്. നിന്റെ കാലുകൾ ഇടറിപ്പോകാൻ ആ നല്ല കർത്താവ് അനുവദിക്കത്തില്ല. ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.